Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്. അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം. ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഷിയർ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സി ആൻഡ് ഫൈ. സി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കൊഹഷനും, ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ലബോറട്ടറി ടെസ്റ്റുകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 4 ടെസ്റ്റുകളാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, Triaxial compression test, vein shear test and unconfined compression test. അതിനെ UCC ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റും Triaxial compression ടെസ്റ്റും. ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി പോയിൻ്റ് ഓഫ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. ആദ്യം ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സാൻഡിലാണ്. അപ്പോൾ ഒരു സിമ്പിൾ ടെസ്റ്റാണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. കോമൺ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് സാൻഡിലാണ്. അപ്പോൾ അത്ര കാര്യം നിങ്ങൾ പ്രിലിമിനറി ആയിട്ടൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനി അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു ഷിയർ ബോക്സ് ഉണ്ട്. ഷിയർ ബോക്സ് ഉണ്ട്. ഇതാണ് ഷിയർ ബോക്സ്. ഈ ഷിയർ ബോക്സ് 2 പാർട്ടാണ്. ഒരു ലോവർ പാർട്ടുണ്ട്, ഒരു അപ്പർ പാർട്ടുണ്ട്. അപ്പോൾ ഈ ലോവർ വിത്ത് റെസ്പെക്റ്റ് ടു ലോവർ പാർട്ട്, അപ്പർ പാർട്ട് മൂവ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്റ്റ് ടു ലോവർ പാർട്ട് ഫിക്സ്ഡ് ആയിട്ട് അപ്പർ പാർട്ട് മൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ഇതിൽ ഷിയറിങ് നടക്കുന്നത്. അപ്പോൾ ഷിയറിങ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു നോർമൽ ലോഡ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതാണ് നോർമൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന ലോഡിംഗ് പാഡ്. അവിടെ ഒരു നോർമൽ ലോഡ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഒരു സിമ്പിൾ ടെസ്റ്റാണ്. കോമൺ ആയിട്ട് ചെയ്യുന്നത് സാൻഡിലാണ്. അപ്പോൾ ഇതിലുള്ളത് ഒരു ഷിയർ ബോക്സ് ഉണ്ട്. ഷിയർ ബോക്സിനെ നമ്മൾ ഡ്രാഗ് ചെയ്യാണ്. ഒരു 2 പാർട്ടുള്ള, ഒരു അപ്പർ പാർട്ടും ലോവർ പാർട്ടുമുള്ള ഷിയർ ബോക്സിനെ നമ്മൾ പുഷ് ചെയ്ത് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു നോർമൽ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുഷ് ചെയ്യുന്നത് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു ലോവർ പ്ലേറ്റ്, ലോവർ ഹാഫ് ബോക്സിൻ്റെ റെസ്പെക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പർ ഹാഫ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. The 2 halves of the box are held together by locking pins. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷിയർ ബോക്സിന് 2 ഹാഫാണുള്ളത്, ലോവർ ഹാഫും അപ്പർ ഹാഫും. അപ്പോൾ ഈ 2 ഹാഫും നമ്മൾ ആദ്യം എന്ത് ചെയ്യും, they are held together by locking pins. Fill the shear box with the soil. എന്നിട്ട് ഷിയർ ബോക്സിനെ നിങ്ങൾ സോയിൽ കൊണ്ട് ഫില്ല് ചെയ്യാം. ഗ്രിഡ് പ്ലേറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി സോയിൽ സ്പെസിമെൻ. ഗ്രിഡ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോറസ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഈ പോറസ് പ്ലേറ്റ് ഷിയർ ബോക്സിൻ്റെ താഴെയും മുകളിലായിട്ടും വെക്കുക. ഷിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 2 ഹാഫുള്ള ഒരു ബോക്സാണ്.
അപ്പോൾ മുകൾ ഭാഗം എല്ലാം ഓപ്പൺ ആയിരിക്കും. മുകൾ ഭാഗവും താഴ്ഭാഗവും ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഗ്രിഡ് പ്ലേറ്റ്സ് വെക്കുക. For drained test, perforated grid plate are used with a porous stone at top and bottom of the soil specimen. Drained test എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോ നമ്മൾ അലോ ചെയ്യുകയാണ്. അതാണ് ഡ്രൈൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലൂടെ വാട്ടറിനെ ഫ്ലോ ചെയ്യാൻ പുറത്തോട്ട് വാട്ടറിനെ ഫ്ലോ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡ്രൈൻഡ് ടെസ്റ്റ്. ഈ ഡ്രൈൻഡ് ടെസ്റ്റിൽ നമ്മൾ ഈ പെർഫറേറ്റഡ് ഗ്രിഡ് പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുക. പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഹോൾസ് ഉണ്ടാവും. ദ ബോക്സ് ഈസ് കെപ്റ്റ് ഇൻ പൊസിഷൻ ഓഫ് ദി ടെസ്റ്റ് സെറ്റപ്പ്. ആ ടെസ്റ്റ് സെറ്റപ്പിൽ വെച്ചു. ലോക്കിംഗ് പിൻസ് ആർ റിമൂവ്ഡ് ആൻഡ് അപ്പർ ഹാഫ് ഓഫ് ദി ബോക്സ് ഈസ് സ്ലൈറ്റ്ലി റേസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്പേസിംഗ് സ്ക്രൂസ്. Lower half of the box is rigidly held in position with rest on rollers and can be pushed forward at a constant rate by a geared jack. അപ്പോൾ ലോവർ ഹാഫ് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ്ഡ് ആക്കി വെക്കും. അപ്പർ ഹാഫ് മൂവ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ട് നമുക്ക് മൂവബിളാണ്. നമ്മൾ മൂവ് ചെയ്യുന്നത് ഗിയർഡ് ജാക്ക് വെച്ചാണ്. അത് കോൺസ്റ്റൻറ്റ് റേറ്റിൽ നമ്മൾ മൂവ് ചെയ്യും. അപ്പർ ഹാഫ് ഓഫ് ദി ബോക്സ് ബട്ട്സ് എഗെയിൻസ്റ്റ് എ പ്രൂവിംഗ് റിംഗ്. അപ്പോൾ അതിൻ്റെ റേറ്റ് അളക്കാൻ വേണ്ടി ഒരു പ്രൂവിംഗ് റിംഗ് ഉണ്ട്. നോർമൽ ലോഡ് ഈസ് അപ്ലൈഡ്. ഒരു നോർമൽ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷിയർ ലോഡ് ഈസ് ദെൻ അപ്ലൈഡ് അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ്. എന്നിട്ട് ഷിയർ ലോഡ് അപ്ലൈ ചെയ്യും. ഒരു നോർമൽ ലോഡ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഷിയർ ലോഡ് അപ്ലൈ ചെയ്യും ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ. ഫോർ അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൂടെ വാട്ടർ ഫ്ലോ അലോ ചെയ്യുന്നുണ്ട്. അതാണ് അൺഡ്രെയിൻഡ്. ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോ അലോ ചെയ്യുന്നുണ്ട്. വാട്ടർ പുറത്തോട്ട് പോകാൻ അലോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ടെസ്റ്റ്. നമ്മൾ അലോ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്. ഫോർ അൺഡ്രെയിൻഡ് ടെസ്റ്റ് ദ സ്ട്രെയിൻ റേറ്റ് ഈസ് ജനറലി ബിറ്റ്വീൻ 1 to 2 mm/minute. ഡ്രെയിൻഡ് ടെസ്റ്റ് 0.2 mm/minute ഫോർ സാൻഡി സോയിൽ and 0.005 to 0.002 mm/minute for clay soils. ഇനി the shear displacement is measured with a dial gauge fitted to the container. The reading of the proving ring and dial gauge are observed and test is continued with the specimen files. അപ്പോൾ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു നോർമൽ ലോഡ്, പെർട്ടിക്കുലർ നോർമൽ ലോഡ് അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 1 kN നോർമൽ ലോഡ് അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് അനുസരിച്ചുള്ള ഷിയർ ലോഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏത് ഷിയറിംഗ് ലോഡിലാണ് ആ സ്പെസിമെൻ ഫെയിൽ ചെയ്യുന്നത് അത് നോക്കുക. എന്നിട്ട് അടുത്ത നോർമൽ ലോഡ് ഫോർ എക്സാമ്പിൾ 2 kN നമ്മൾ കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിയർ ലോഡ് അപ്ലൈ ചെയ്യുക. എപ്പോഴാണ് ഫെയിൽ ചെയ്യുന്നത് നോക്കുക, ഷിയറിങ്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് നോർമൽ ലോഡ്സിൽ ഏത് ഷിയറിങ് സ്ട്രെസ്സിലാണ്, ഏത് ഷിയറിങ് ലോഡിലാണ് സ്പെസിമെൻ ഫെയിൽ ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ടെസ്റ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഡിഫറെൻറ്റ് നോർമൽ ലോഡ്സ്. ഇനി അതിൻ്റെ പിക്ചറാണ്. ഇതാണ് നമ്മളെ പോറസ് പ്ലേറ്റ്സ്. ഇതാണ് നമ്മളെ ഷിയർ ബോക്സ്, അപ്പർ ഹാഫും ലോവർ ഹാഫും. സോ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്യുന്നത് സാൻഡിലാണ്. അപ്പോൾ സാൻഡ് ക്ലിപ്പ് ചെയ്ത സാൻഡ് അതിലോട്ട് പോർ ചെയ്യുന്നത് നോക്കുക, ഫില്ല് ചെയ്യുന്നത്. പോറസ് പ്ലേറ്റ് അപ്പറിലും വെച്ചു, ലോവറിലും വെച്ചു. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിയർ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ലോവർ ഹാഫ് ഇവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അപ്പർ ഹാഫ് മൂവ് ചെയ്യിപ്പിക്കും. ലോവർ ഹാഫ് ഫിക്സ് ചെയ്തിട്ട് ഫോർ എ കോൺസ്റ്റൻറ്റ് നോർമൽ ലോഡ് നമ്മൾ അപ്പർ ഹാഫ് മൂവ് ചെയ്യിപ്പിക്കും. ഇതാണ് ടെസ്റ്റ് പ്രൊസീജിയർ. ഇതിൻ്റെ ഒരു പിക്ചറാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് S5 ജിയോ ടെക്നിക്കൽ ലാബിൽ ചെയ്യാനുണ്ട്. ഇനി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ ലോഡ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സാമ്പിൾ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് അറ്റ് ദി സ്ലൈഡിംഗ് സർഫസ് ടു ദി ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി സാമ്പിൾ. നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സാമ്പിൾ ചേഞ്ചസ് വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് ആ ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മോർ സർക്കിളാണ്. മോർ സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോർ സർക്കിളിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, സ്ട്രെസ് കണ്ടീഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് മോർ സർക്കിൾ. എക്സ് ആക്സിസ് വരുന്നത് നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസ് വരുന്നത് ഷിയർ സ്ട്രെസ്സുമാണ്. അപ്പോൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ മോർ സർക്കിൾ ഈ ഒരു രീതിയിലാണ് വരുന്നുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഫെയിലിയർ എൻവലപ്പ്. ഇനി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എപ്പോഴും ഹൊറിസോണ്ടലാണ്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ ഫെയിലിയർ പ്ലെയിൻ ഈസ് ഹൊറിസോണ്ടൽ. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി മെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. മെറിറ്റ്സ് ആണ് പറയുന്നത്. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രിപ്പറേഷൻ ഈസ് ഈസി. ആസ് ദി തിക്നെസ് ഓഫ് ദി സാമ്പിൾ ഈസ് വെരി ലെസ്, ഡ്രൈനേജ് ഈസ് ക്യുക്ക്. തിക്നെസ് കുറവായതുകൊണ്ട് ഡ്രൈനേജ് ക്യുക്കാണ്. ഇറ്റ് ഈസ് ഐഡിയലി സ്യൂട്ടഡ് ഫോർ കണ്ടക്ടിങ് ഡ്രൈൻഡ് ടെസ്റ്റ് ഓൺ കോഹഷൻലെസ് സോയിൽ. ഇത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഐഡിയലി സ്യൂട്ടഡ് ഫോർ കണ്ടക്ടിങ് ഡ്രൈൻഡ് ടെസ്റ്റ് ഓൺ കോഹഷൻലെസ് സോയിൽ. കോഹഷൻലെസ് സോയിലിൽ ഡ്രൈൻഡ് ടെസ്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പാരറ്റിസ് റിലേറ്റീവ്ലി ചീപ്പ്. സാധാരണ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കുക. ഇനി ഡിമെറിറ്റ്സ് ആണ്. സ്ട്രെസ് കണ്ടീഷൻസ് ആർ നോൺ ഓൺലി അറ്റ് ഫെയിലിയർ. ഫെയിലിയറിൽ മാത്രം നമുക്ക് സ്ട്രെസ് കണ്ടീഷൻസ് നോൺ ഉള്ളൂ. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഫെയിലിയർ പ്ലെയിൻ ഈസ് നോട്ട് യൂണിഫോം. ഫെയിലിയർ പ്ലെയിനിലുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും യൂണിഫോം അല്ല. ദ ഏരിയ ഓഫ് ഷിയർ ഗ്രാജുവലി ഡിക്രീസസ് ആസ് ദി ടെസ്റ്റ് പ്രോഗ്രസ്. ടെസ്റ്റ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ കുറയുന്നുണ്ട് ഷിയർ. ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫെയിലിയർ പ്ലെയിൻ ഈസ് ഫിക്സ്ഡ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാദ്യമായിട്ട് വരുന്നത് അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും. ദ കൺട്രോൾ ഓഫ് ഡ്രൈനേജ് കണ്ടീഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. ഡ്രൈനേജ് കണ്ടീഷൻ കൺട്രോളിങ് വളരെ ഡിഫിക്കൽട്ടാണ്. മെഷർമെൻറ്റ് ഓഫ് പോർ വാട്ടർ പ്രഷർ ഈസ് നോട്ട് പോസിബിൾ. പോർ വാട്ടർ പ്രഷർ, ആ സോയിലിൻ്റെ പോർ വാട്ടർ പ്രഷർ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത്ര കാര്യങ്ങളാണ് ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് നമുക്ക് ഓർക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ ഇത് മെയിനായിട്ട് ചെയ്യുന്നത് കോഹഷൻലെസ് സോയിലാണ്. ദാറ്റ് ഈസ് C=0 എന്നുള്ള സോയിൽസിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ടത് ഇതിൻ്റെ ഫെയിലിയർ പ്ലെയിന് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിലോട്ട് പോകാം. ഇനി നമുക്ക് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് അത് എല്ലാ ടൈപ്പ് സോയിൽസിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ടൈപ്പ് സോയിൽസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്.
വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നമുക്ക് എല്ലാ കണ്ടീഷൻസും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഓർത്ത് വെക്കുക, ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സിലിണ്ട്രിക്കൽ സ്പെസിമെൻ ഓഫ് സോയിൽ. ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമെൻ ഓഫ് സോയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഹാവിങ് ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ഓഫ് 2. അപ്പോൾ അതിൻ്റെ സിലിണ്ട്രിക്കൽ സ്പെസിമെൻ്റെ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ 2 ആണ്. അങ്ങനത്തെ ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമെനിലാണ് ചെയ്യുന്നത്. യൂഷ്വൽ സൈസസ് ആണ് ഇവിടെ പറയുന്നത്. 38 mm ടു 76 mm. ഡയമീറ്റർ 38 mm വരാറുണ്ട്. അതുപോലെ തന്നെ ഡയമീറ്റർ 76 mm വരാറുണ്ട്. അതുപോലെ തന്നെ 50 mm, 100 mm. ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിൻ്റെ സിലിണ്ട്രിക്കൽ സ്പെസിമെൻ്റെ സൈസസ് വരുന്നത്. ദ സ്പെസിമെൻ പ്ലേസ്ഡ് ഓൺ സാച്ചുറേറ്റഡ് പോറസ് ഡിസ്ക്. ഒരു സാച്ചുറേറ്റഡ് പോറസ് ഡിസ്കിലാണ് ഈ സ്പെസിമെൻ വെക്കുന്നത്. റെസ്റ്റിംഗ് ഓൺ പെഡസ്റ്റൽസ് ഓഫ് ട്രയാക്സിയൽ സെൽ. അപ്പോൾ ട്രയാക്സിയൽ സെല്ലിൽ വെക്കുന്നുണ്ട്. ദ സ്പെസിമെൻ ഈസ് എൻകേസ്ഡ് ഇൻ എ റബ്ബർ മെമ്പറൈൻ. ഒരു റബ്ബർ മെമ്പറൈനിൽ എൻകേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സീൽഡ് ടു പെഡസ്റ്റൽ at the bottom as well as to the loading cap at the top by the rubber O-rings. The membrane is used to prevent water from penetrating into the soil. ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിൻ്റെ ഒരു ടെസ്റ്റ് സെറ്റപ്പാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിലെ ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമെനാണ്. എന്നിട്ട് ഒരു ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിന് അതിൻ്റെ അപ്പാരറ്റസ് നോക്കുക. ഒരു സെല്ലുണ്ട്, ട്രയാക്സിയൽ സെല്ലുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെസ്റ്റ് സ്പെസിമെൻ വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. അതിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നുണ്ട്. വാട്ടർ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ടെസ്റ്റ് സ്പെസിമെൻ വാട്ടർ പ്രൂഫ് ആക്കണം. അതിനു വേണ്ടി നമ്മൾ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് റബ്ബർ മെമ്പറൈൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സാമ്പിൾ പ്രിപ്പറേഷനാണ്. അപ്പോൾ സാമ്പിൾ പ്രിപ്പറേഷൻ്റെ ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് സ്പെസിമെൻ, ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമെൻ. എന്നിട്ട് സാമ്പിൾ ഈസ് കവേർഡ് വിത്ത് റബ്ബർ മെമ്പറൈൻ ആൻഡ് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ട്രയാക്സിയൽ സെല്ല്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഈ സെല്ല് മൊത്തമായിട്ട് വാട്ടറായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് സെല്ല്. ഈ സെല്ല് മൊത്തമായിട്ട് വാട്ടറായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെയ്യുന്നത് 2 സ്റ്റേജിലായിട്ടാണ് ടെസ്റ്റ് വരുന്നത്. ഒന്ന് കൺസോൾട്ടേഷൻ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജ് ഈസ് ഷിയറിംഗ് സ്റ്റേജും. കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രയാക്സിയൽ സെൽ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അറ്റ് റിക്വയർഡ് പ്രഷർ. ആദ്യം ട്രയാക്സിയൽ സെല്ല് ഫുള്ളായിട്ട് വാട്ടർ ഫില്ല് ചെയ്യും. ദ സബ്ജക്റ്റിംഗ് ടു സോയിൽ സ്പെസിമെൻ ടു എൻ ഓൾറൗണ്ട് പ്രഷർ കോൾഡ് സെൽ പ്രഷർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രയാക്സിയൽ സെല്ല് മൊത്തം വാട്ടറായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സോയിൽ സ്പെസിമെൻ ഒരു മൊത്തം ഹോൾഡ്രോൺ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹോൾഡ്രോൺ പ്രഷറിനെ പറയുന്ന പേരാണ് സെൽ പ്രഷർ ഓർ കൺഫൈനിങ് പ്രഷർ. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, the additional axial stress is applied gradually until the sample fill. ഈ ഒന്നാമത്തെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ട് സെൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഡീഷണൽ പ്രഷറും കൂടി ആക്സിയൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഗ്രാജുവലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ടിൽ ദ സാമ്പിൾ ഫെയിൽ ചെയ്യുന്നത് വരെ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ അഡീഷണൽ ആക്സിയൽ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ഡീവിയേറ്റഡ് സ്ട്രെസ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, 2 സ്റ്റേജിലാണ്
കൺസോൾട്ടേഷൻ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്നത് ഷിയറിംഗ് സ്റ്റേജും. കൺസോൾട്ടേഷൻ സ്റ്റേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെൽ പ്രഷറാണ്. കൺസോൾട്ടേഷൻ സ്റ്റേജിൽ ഷിയറിംഗ് സ്റ്റേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആക്സിയൽ സ്ട്രെസ്സാണ്. അതിന് പറയുന്ന പേരാണ് ഡീവിയേറ്റഡ് സ്ട്രെസ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സെൽ പ്രഷർ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് സിഗ്മ സി. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ സെൽ പ്രഷറിനോട് കൂടി ഒരു ഡീവിയേറ്റഡ് സ്ട്രെസ്സും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സെൽ പ്രഷറിൻ്റെ കേസിൽ അണ്ടർ ഹോൾ സെൽ പ്രഷർ സിഗ്മ സി. പിന്നെ വരുന്നത് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് ലോഡിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ സിഗ്മ സി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് സെൽ പ്രഷർ മാത്രം. സെക്കൻഡ് സ്റ്റേജിൽ ആക്സിയലായിട്ട് നമുക്ക് സിഗ്മ സി പ്ലസ് സിഗ്മ ഡി വരും, ലാറ്ററലായിട്ട് സിഗ്മ സി മാത്രം വരും. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ട്രയാക്സിയൽ ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡ്രൈൻഡ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്, അൺഡ്രൈൻഡ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രയാക്സിയൽ ടെസ്റ്റിൽ 2 സ്റ്റേജസ് ആണ്. ഒന്ന് സെൽ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സ്റ്റേജും രണ്ടാമത്തത് ഡീവിയേറ്റഡ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജും. ഈ 2 സ്റ്റേജിൽ നമുക്ക് ഡ്രൈൻ ചെയ്യാം അല്ലെങ്കിൽ അൺഡ്രൈൻ ചെയ്യാം. ഡ്രൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടർ പുറത്തോട്ട് പോകുന്നത് അലോ ചെയ്യാം, ഡ്രൈനിങ്. അൺഡ്രൈൻഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ പുറത്തോട്ട് പോകുന്നത് നമുക്ക് അലോ ചെയ്യാതിരിക്കാം. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡ്രൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കൺസോളിഡേറ്റഡ് എന്നാണ് പറയുന്നത്. ഡ്രൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് അൺകൺസോളിഡേറ്റഡ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഡ്രൈനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്രൈൻഡ് എന്ന് പറയും. ഡ്രൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അൺഡ്രൈൻഡ് എന്ന് പറയും. ഇനി അതിൻ്റെ കോമ്പിനേഷൻസ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ CD ടെസ്റ്റ്, കൺസോളിഡേറ്റഡ് ഡ്രൈൻഡ് ടെസ്റ്റ് എന്ന് പറയും. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൺസോളിഡേറ്റഡ് അൺഡ്രൈൻഡ് ടെസ്റ്റ് എന്ന് പറയും. ഇനി ഫസ്റ്റ് സ്റ്റേജിന് നമ്മൾ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സെക്കൻഡ് സ്റ്റേജിന് നമ്മൾ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അൺകൺസോളിഡേറ്റഡ് അൺഡ്രൈൻഡ് ടെസ്റ്റ്, ദാറ്റ് ഈസ് UU ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.